ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ നിങ്ങളെയൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ മക്കളെ? അപ്പം നല്ല മഴയൊക്കെ അല്ലേ, കാലാവസ്ഥ ഒക്കെ വളരെ മോശമാണ്, കുട്ടികൾക്കൊന്നും സ്കൂളില്ല അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ പനിയാട്ടോ, ഒരാൾക്ക് മാറുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവും, ഒരാൾക്ക് മാറുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവും. അപ്പോൾ കുട്ടികളില്ല വീട്ടിലൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അല്ലേ, ആകെ പനിയായിരിക്കും. ഒരാൾക്ക് പനി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും പനിയായിരിക്കും. നമ്മളെ ഷെയ്മോളായിരുന്നു നല്ല പനിച്ച് കടന്നിരുന്നു കേട്ടോ. ഇപ്പം ഇച്ചുമ്മാക്ക് നല്ല പനിയാണ്. അപ്പം ഇനി ഡോക്ടറൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ കരുതികാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാക്കണ ഞാനിത് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞുമണികളൊക്കെ കരയുന്നുണ്ട് കേട്ടോ, മിന്നൂസും പൊന്നൂസും. ഒന്നാമത് കാക്കയും താത്തയൊക്കെ കിടപ്പിലായിട്ടാണ്, ഓൾക്ക് കളിച്ചാനൊന്നും ആരും ഇല്ലായിട്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ശബ്ദമൊക്കെ കൊടുക്കണതിൻ്റെ ഇടയിൽ കൂടെ കരയുമ്പോൾ. അപ്പോൾ ക്ഷമ ചോദിക്കണം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ മക്കൾക്കൊന്നും അസുഖമൊന്നും ഇല്ലാത്ത നേരത്തെ, സ്കൂളില്ലാത്ത ദിവസങ്ങളിലും അതേപോലെ വൈകുന്നേരമൊക്കെ ചോറൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുത്തി മുറിച്ച് കാണ്ട് ഉണ്ടാക്കും ഞാൻ കേട്ടോ. അപ്പോൾ നമ്മളെ റിതുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൊടുന്ന് കാണ്ട് ഉണ്ടാക്കൽ കേട്ടോ. അപ്പം മക്രോണിയാണ് കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് 50 ഉറുപ്പ്യക്കും 100 ഉറുപ്പ്യൊക്കെ കൊടുന്നുകാണ്ട് ഉണ്ടാക്കും, പിച്ചി പറിച്ച് കാണ്ട് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് ഉണ്ടാക്കി മസാല ആക്കി ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇറച്ചി വാങ്ങുമ്പോഴേ ഒരു 2 ഇറച്ചി കണ്ട നല്ല കഷ്ണങ്ങളാക്കി എടുത്തു വെക്കും, ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ടേ. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിക്കാണ്ട് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾ എടുത്തുനിന്ന് പോകുന്നല്ല. അപ്പോൾ രാത്രി ലേശം ചോറിൻ്റെ കമ്മിയുണ്ട്, കാക്കു പറഞ്ഞു ഞാൻ ചോറ് തിന്നോളാം, അപ്പോൾ ബാക്കി നിങ്ങളൊക്കെ ഇതുണ്ടാക്കി തിന്നോളിയായിരുന്നു. കാക്കൂന് പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല, ചോറ് കിട്ടണം. അപ്പം ഞാനിത് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇതിൻ്റെ മുന്നേ ഞാൻ വിട്ടിരിക്കണ്. അപ്പോൾ എല്ലില്ലാത്ത ഇറച്ചി ചെറുതാക്കി നുറുക്കിക്കാണ്ട് മസാലയൊക്കെ കൂട്ടിക്കാണ്ട് ഒന്നാണ് പൊരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞുകാണ്ടും എടുക്കുക. അപ്പോൾ ഇല്ല പോലെ ഉണ്ടാക്കിയാൽ മതി, കൂടുതൽ ആർഭാടാക്കിക്കാണ്ടൊന്നും ഉണ്ടാക്കണ്ട. ഇതിങ്ങനെയല്ല താത്ത, വേറെ രീതിയിലാണ് വെക്കുക എന്ന് പറയണ്ട. ഇത് നമ്മളെ സാധാരണക്കാർക്കും വേണ്ടിക്കാണ്ട് പറഞ്ഞു തരുന്ന, ഓൽക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ പെരീത്തെ പോലെ കണ്ടമാന സാധനമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇല്ല വെച്ച് കണ്ട് ഉണ്ടാക്കിയ ബൗസാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മാഗി ട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ഒരു കൊണ്ടുവരുന്ന പരിപാടി ഉണ്ട്, 10-20 ഉറുപ്പ്യാണ് തോന്നുന്നു. അതും ഉറുപ്പ്യേൻ്റെ തക്കാളി സോസൊക്കെ അങ്ങോട്ട് പാർന്നാൽ മതി കേട്ടോ, നെക്കിപ്പിച്ചാൻ പാർന്നാൽ തന്നെ നല്ല രസമാണ്. അപ്പോൾ സോസും സൂസൊന്നും കിട്ടിയിട്ടില്ല. മാഗി ട്യൂബിൻ്റെ ഒരു കട്ട അവിടെ മൂലക്കെ കിടക്കുന്നുണ്ട്, അതിട്ട് കണ്ടാൽ ഉണ്ടാക്കിയാൽ നല്ല ചൊയും പുളിയൊക്കെ ഉണ്ടാവും, നല്ല രസമാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. ചിലവർക്കൊന്നും അതിൻ്റെ രുചിയൊന്നും ഇഷ്ടമല്ല, എന്നാലും ഇതുപോലെ മസാലയൊക്കെ ആക്കിക്കാണ്ട് ഉണ്ടാക്കിയാലേ നല്ല രസമാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും വാട്ടുക, അതിക്കൊരു ഇഞ്ചിക്കണ്ടും ഒരു വെളുത്തുള്ളിപ്പോണിയും നന്നായിട്ട് ചായച്ച് കാണ്ടാണ് പാരുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിണ് എടുത്തോളി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കരിയേപ്പ് ഇടുക, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടോളി, നല്ല രസമാണ് കേട്ടോ. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളകും പൊടിയും പിന്നെ ചിക്കൻ പൊടി ഇടുക കേട്ടോ. മുളകും പൊടി മല്ലിപ്പൊടി ഒന്നും ഇടൂല കേട്ടോ. ചിലവര് മല്ലിപ്പൊടിയൊക്കെ ഇടും ഇറച്ചി വെക്കണ പോലെ, ഞാൻ അതൊന്നും ഉണ്ടാക്കലില്ല. അതൊക്കെ കുറേ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തണ ചോയും പുളിയാറ്. പിന്നെ കണ്ടമാനം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ വെക്കൂല, ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ ഓൾക്ക് അതൊന്നും തിന്നാൻ വെക്കൂല. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ലേശം കുരുമുളകും പൊടി അങ്ങോട്ട് പാരലാണ് കേട്ടോ. ഞാൻ കുരുമുളകും പൊടി അങ്ങോട്ട് വിതറി വിടലാണ്. അപ്പോൾ ലേശം കുട്ടികൾക്ക് എടുത്തേക്കും, ബാക്കി റിതു നന്നായിട്ട് ഓന് നല്ല എരും പുളിയും ചോയൊക്കെ വേണം, എന്നാലും ഓന് തൊള്ളക്ക് നല്ല രസമാണ് കറി. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ലേശം വെളിച്ചെണ്ണയൊക്കെ പാർന്നുകാണ്ട് ലേശം മസാലയൊക്കെ ഇട്ടുകാണ്ട് ചിക്കൻ പൊടിയും ലേശം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടുകാണ്ട് ചിക്കനും എല്ലാം ചെറുതായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ലോണം കരിയിച്ച് കുരിയിച്ച് കറുത്ത സാറൂഖാനാക്കണ്ട കേട്ടോ, കരിഞ്ഞ സാറൂഖാനാക്കണ്ട. അപ്പോൾ ഒരു ചെറിയ വേവൊക്കെ മതി. ചെറിയ വേവ് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. അതിനും വേണ്ടി തുള്ളി സുറുക്കയോ ചെറുനാരങ്ങയൊക്കെ ഉറ്റിച്ചോണ്ടി നല്ല രസമാണ്. കോൺഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് കേട്ടോ, അതൊക്കെ ഇട്ടോണ്ടി നല്ലൊരു ചോയും പുളിയാണ്. ഇനി ചിക്കൻ പൊടി ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ജീരകം ഇടാൻ. ജീരകം ഇടുമ്പോൾ തന്നെ അതിൻ്റെ നല്ല ചോയും പുളിയൊക്കെ വരും കേട്ടോ. ഏത് ജീരക? വെള്ളം കലക്കണ ജീരകം കേട്ടോ, ചെറിയ ജീരകം നല്ലീരകം എന്നൊക്കെ പറയും ഞങ്ങൾ കേട്ടോ.
നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കൂലേ അതിൻ്റെ ജീരകം ലേസം ചിക്കനക്കൊക്കെ അരച്ചിട്ട് വെക്കോണ്ടിട്ടോ. നമ്മൾ വലിയ ജീരകമൊക്കെ അല്ലേ ഇടല്, പെരുംജീരകം അത് നുള്ളിയിട്ടാൽ ചിക്കൻ പൊടി ഇല്ലെങ്കിൽ അത് ഇട്ടാൽ നല്ല ഒരു ചിക്കൻ്റെ ചൊയ അങ്ങോട്ട് വരും കേട്ടോ, ചിക്കൻ മസാലേൻ്റെ ചൊയ വരും. അപ്പം അതൊക്കെ അതിക്ക് ഇടലുണ്ടാവും മസാലകൾ. അതിൻ്റെ റെസിപ്പികളൊന്നും നേർക്ക് അതിൻ്റെ കമ്പനിക്കാരൊന്നും പറഞ്ഞു തരൂലല്ലോ, നമ്മൾ ഉണ്ടാക്കണ മാതിരി. ചിലവരൊക്കെ ചാനലിലൊക്കെ ഉണ്ടാക്കണതാണ് അതൊക്കെ കൂട്ടി ഗരം മസാലയൊക്കെ കൂട്ടിക്കാണ്ട് ഉണ്ടാക്കൽ. എന്നാലും അതിൽ എന്തെങ്കിലും ഒരു കുട്ടൻസ് ഉണ്ടാവൂലേ, അമ്മക്കത് പറഞ്ഞു തരൂല ഓരോ കമ്പനിക്കാരും. അപ്പം അതിന് നുള്ളി പൊറുക്കി തിന്നണുണ്ട്, അതിന് ഞാൻ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാം, ഒരു ഇഞ്ചിക്കണ്ടം ചെറുതാണ്, പച്ചമുളകും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിത് ഈ പച്ചമുളകൊന്നും നല്ലോണം ഇടണില്ല. പച്ചമുളക് ഇട്ടാലേ കുട്ടികൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി തിന്നുമ്പോൾ ഓൽക്കൊരു ഗതികേടാരം. പിന്നെ നമ്മളെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പുഴുങ്ങിക്കാണ്ട് ഇട്ടോ, നല്ല രസമാണ്. പിന്നെ എന്താ അതിൻ്റെ പേര് ഋതു അറിയുന്നത്, എന്തോ ഒരു ഉണ്ടത്തക്കാളി പോലെയല്ല സാധനം, കാപ്സിക്കോ അങ്ങനെ എന്തോ ഒരു സാധനം. നമുക്ക് അതൊന്നും പൊടിയാടില്ല, കാണുമ്പോൾ അങ്ങനെ നോക്കിക്കുന്നല്ലാതെ അതൊന്നും ഉണ്ടാക്കിക്കാണ്ട് അറിയില്ല. എന്നാലും അതൊക്കെ ഇട്ടാൽ നല്ല രസം അമ്മ എന്നിങ്ങനെ പറയണതാണ്. ക്യാരറ്റിൻ്റെ പീസൊക്കെ അതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല, ഞാൻ അങ്ങനെ ഇടലുമില്ല. ഒരു മാഗി ട്യൂബ് ഉണ്ട്, അത് ഇടുമ്പോൾ ഒരു ചൊയും പുളിയൊക്കെ വരും. പിന്നെ നമ്മളെ സോയാ സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകാണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുക. ഓരോ ചാനലിലും കാണാലോ അല്ലേ. ഞാൻ അതൊന്നും ഇല്ല കേട്ടോ, എൻ്റെ അടുത്ത് അതൊന്നും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാക്കും, ഇല്ലത് ഇല്ല പോലെ നിങ്ങൾക്ക് ഞാനാണ് കാണിച്ചു തരും. അതിന് ഇല്ലെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യമാണ് എന്ന് പറയും. നമുക്ക് ഇല്ലതല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ, ഇല്ലാത്ത ഇങ്ങനെ നമുക്ക് കടം വാങ്ങി കൊടുക്കാണ്ടൊന്നും കാണിച്ചു തരാൻ കഴിയൂല. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ കൂടെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, ഓല് മതി നമുക്ക് എന്ന് കരുതല. പറയണോലവിടെ പറഞ്ഞാണ് തീർന്നോട്ടെ എന്ന് കരുതല. അപ്പം നല്ലോണം ഇളക്കി വാടി വന്നിട്ട് നമ്മളെ തക്കാളിയും വല്ലുള്ളിയൊക്കെ വാടി വന്നിട്ട് നമുക്ക് ലേസം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ, നേർക്ക് പൊടിച്ചിട്ടില്ല. അപ്പം താഴത്തെ അമ്മ ലേസം തന്നതായിരുന്നു, ഉമ്മ അത് കുത്തി പൊടിച്ചതാ തോന്നണം അമ്മീമ്മ, നേർക്ക് പൊടിഞ്ഞിട്ടൊന്നുമില്ല. താഴത്തെ അമ്മ പറയണത് മനസ്സിലാവുണ്ടാവില്ല അല്ലേ, കാക്കൂൻ്റെ അമ്മയാണ് കേട്ടോ, കാക്കൂൻ്റെ അമ്മയാണ്. അപ്പോൾ ലേസം അമ്മ ആ കല്ലുമ്മ ഇട്ടുകാണ്ട് ഒന്നാണ്ട് നമ്മളെ അമ്മിക്കല്ലുണ്ടല്ലോ അതിമ്മ ഇട്ടുകാണ്ടാണ് പൊടിച്ച് തരുന്നതാണ്. താത്താരാരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കണതാണ്. അപ്പോൾ ലേസം ചിക്കൻ പൊടി ഇട്ടു, ലേസം മഞ്ഞൾപ്പൊടി ഇട്ടു, ഈ 3 സാധനം തന്നെ ഇട്ടിട്ടുള്ളൂ. കുരുമുളകും പൊടി ലേസം ഇട്ടോളി, എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തോളി കേട്ടോ. മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോണ്ടി, കണ്ടോ അപ്പം നല്ല ഗ്രേവി പോലെ ആയില്ലേ. ഒരു തുള്ളി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതെന്താ അങ്ങനെ വയറ്റിയത് എന്ന് ചോദിച്ചാൽ നമ്മളെ ചിക്കൻ പൊടിച്ച സാധനം ഉണ്ടാവുമല്ലോ, ചിക്കൻ പൊരിച്ച സാധനമല്ലേ, പറയുമ്പോഴൊക്കെ തെറ്റിപ്പോവും കേട്ടോ. ഒരു ഗജ കൊണ്ട് വേറെ പണി എടുത്തുകാണ്ട പൊന്നാര മക്കളെ ഞാൻ ഈ വോയിസൊക്കെ കൊടുക്കണേ. ചിലപ്പോൾ കുട്ടികളെ ഒക്കെ തൊട്ടിക്കാണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനൊന്നും ഒഴിവിട്ടൂല. നമുക്ക് ഒഴിവ് പോലെ ചെയ്യണം. നമ്മളിങ്ങനെ മൂലക്കെ കുത്തർന്നിട്ടൊന്നും ഒരു കാര്യമല്ല, കുറേ കാലം അങ്ങനെ മൂലക്കെ കുത്തർന്നാണ്. ഇനിയിപ്പോൾ അതിന് ഏതായാലും ഒരുങ്ങാൻ കഴിയൂലെന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ പരിപാടിക്ക് നിൽക്കണത് കേട്ടോ. അപ്പോൾ അതാക്കണ് ആ മസാല ഒരു തുള്ളി ആ എണ്ണ ഒഴിച്ചിക്കാണ്ട് ഉണ്ടാക്കിയ ചിക്കൻ അയക്കാൻ പാർന്നിക്കാണ്. അപ്പം തന്നെ അതിൻ്റെ മസാലയും പുളിയൊക്കെ അയക്കണ്ട് വന്നല്ലേ, നല്ല രസമുണ്ട്. ഒരു നുള്ളു സുറുക്കി ഉറ്റിച്ചോണ്ടിട്ടോ, അപ്പം നല്ല പുളി ഉണ്ടാവും. വേണമെങ്കിൽ ഒരു തക്കാളി ചെറുതാക്കി നുറുക്കിയത് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടുകാണ്ട് ഒന്നും ഇങ്ങോട്ട് അരച്ച് പാർന്നോളി, നമ്മളെ തക്കാളി സോസിനും വേണ്ടിക്കാണ്ട്. ഞാനതൊന്നും കാട്ടിയിട്ടില്ല, ഒരു നുള്ളു സുറുക്കാണ് ഉറ്റിച്ചിക്കാണ്. ഇത് കണ്ടോ നല്ല രസമല്ലേ, മസാല പോലെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ. ഇതിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും കൂട്ടണില്ല. അപ്പോൾ ഇതാക്കണം നമ്മൾ അടിപൊളി സാധനം. അപ്പം നമ്മളെ കുഞ്ഞുമണിയാളൊക്കെ സ്കൂളിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി, നല്ല രസം. ഓലൊക്കെ തിന്നോളൂ കേട്ടോ, നമുക്ക് അറിയില്ല ഉണ്ടാക്കാൻ അറിയില്ല, അത് രസമല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രസമാണ്. തുള്ളി ചിക്കൻ പൊടിയൊക്കെ ഇട്ടാൽ ഒരു 2 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ടുകാണ്ട് ഒന്നും വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ നല്ലോണം ഒന്നും വെന്തും അടയേണ്ട, കാരണം നമ്മളത് ഉപ്പും ലേസം വെളിച്ചെണ്ണയും തുള്ളി വെള്ളമൊക്കെ ഒഴിച്ചുകാണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് എടുത്തതാണ് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ചത് അതാണ് കേട്ടോ. ഊറ്റിയെടുക്കുക, ഒരു തുള്ളി വെളിച്ചെണ്ണി ആ വെള്ളത്തേക്ക് പറഞ്ഞുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് വേവിച്ച് പറഞ്ഞാൽ ഒരു ഹാഫ് വേവൊക്കെ ആവുമ്പോൾ തുള്ളി പച്ചവെള്ളമൊക്കെ പറന്നുകാണ്ട് ഒട്ടാത്ത രീതിയിലാണ് ഊറ്റിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നല്ല മസാല, നല്ല ഗ്രേവി. അതിക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണി ഓയിലൊന്നും വേണ്ട, ഒരു നുള്ളു വെളിച്ചെണ്ണയിലാണ് ഞാൻ വാട്ടിയെടുത്തത്. പിന്നെ നമ്മൾ ആ ചിക്കന് പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതാണ് പറഞ്ഞാൽ മതി, നല്ല രസമുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടിട്ടോ, മക്കൾക്ക് ഇതായാൽ മതി. അപ്പം
അപ്പോൾ അതാക്ക് നമ്മളെ അടിപൊളി മക്രോണി ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോണ്ടി. ലൈക്കുമ്പോൾ തൊടാ എന്താ മക്കളെ മടി, ഒന്ന് ലൈക്ക് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി. നമ്മൾ റിഷ മൊയ്തു ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമ്മളെ മെറ്റീരിയൽസൊക്കെ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വിളിക്കൊണ്ട് ഞാൻ പിൻ ചെയ്ത് വെക്കണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.